ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. നെയിം മീറ്റിംഗ് ചാലഞ്ച് ആട്ടോ ഞങ്ങൾ ചെയ്യണത്. 2 നെയിംസ് ആണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഈ നെയിംസിന്റെ ഒക്കെ സ്പെല്ലിംഗ് വെച്ച് തുടങ്ങണ ഫുഡ് ഐറ്റംസ് ആവട്ടോ ഞങ്ങൾ കഴിക്കുന്നത്. ചിലപ്പോ നിങ്ങളുടെ പേരൊക്കെ ഞങ്ങൾ ഈ 2 പേരിൽ ഉണ്ടാവും. അപ്പൊ അത് ഉണ്ടോന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോ അഥവാ ഇല്ലെങ്കിലും നിങ്ങളുടെ പേരെന്താന്നൊക്കെ കമന്റ് ചെയ്ത് ഇട്ടോളൂ കേട്ടാ. ഇനിയിപ്പോ ഞങ്ങൾ അടുത്ത വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ആ നെയിംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചാലഞ്ച് ചെയ്യാം. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് നെയിം ഏതാന്ന് നോക്കാം. അപ്പൊ ഞങ്ങൾ ആദ്യം എടുത്തിട്ടുള്ള നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ ഡി ആട്ടോ. ഡി വെച്ചിട്ട് ഞങ്ങൾ ഡയറി മിൽക്ക് ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ആദ്യം അതാണ് കഴിക്കാൻ പോണത്. ഗൈസ് ഇത് ആകെ അലത്തിട്ടുണ്ട്. എങ്ങനെ ഇത് കഴിക്കും എന്തോ. എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ. സെക്കൻഡ് ലെറ്റർ ഐ ആയിരുന്നു കേട്ടോ. ഐ വെച്ചിട്ട് ഐസ് ആണ് കഴിക്കുന്നത്. ഗ്രേപ്സിന്റെ ആയിരുന്നു കേട്ടോ. അടുത്ത ലെറ്റർ വി ആട്ടോ. വി ഫോർ വട. അതെ, നമ്മള് വടയാണ് കഴിക്കാൻ പോണത്. ഉഴുന്ന് വടയാട്ടോ. ഒന്നുകൂടെ മെസ്സിൽ അതായിരുന്നു. ഇത് ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അതെ, ഇതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മെസ്സിക്കേ പോവാറില്ല. ഇന്നിപ്പോ ഈ ചാലഞ്ച് ചെയ്യാനുള്ളതുകൊണ്ട് മാത്രമാട്ടോ ഇത് എടുത്തിട്ട് വന്നത്. അതെ, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് എടുക്കാറേ ഇല്ല. അപ്പൊ നമുക്കിത് കഴിക്കാം. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഉഴുന്ന് വടയാണെങ്കിലും ഇതൊരു വടയാണല്ലോ. അപ്പൊ നമുക്കിത് വീലൊക്കെ ഉൾപ്പെടുത്താം. അപ്പൊ നമുക്ക് അടുത്ത ലെറ്റർ ഏതാ നോക്കാം. അപ്പൊ അടുത്ത ലെറ്റർ വൈ ആട്ടോ. വൈ വെച്ചിട്ട് ഞങ്ങൾ ആദ്യം ഇപ്പിയും യോഗട്ടും ഒക്കെ ആട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ആദ്യം മനസ്സിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഹോസ്റ്റൽ ആയതുകൊണ്ട് തന്നെ ന്യൂഡിൽസ് ഒന്നും ഉണ്ടാക്കാൻ ഒരു വഴിയില്ലല്ലോ. അപ്പൊ ഞങ്ങള് എമ്മി ഗോവയുടെ ഈ ഒരു ജ്യൂസ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് എങ്ങനെയുണ്ട് നോക്കാം. എങ്ങനെയുണ്ട്? വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. ഒരു മരുന്നിന്റെ ഒക്കെ ടേസ്റ്റ് പോലെ ഉണ്ട്. പേരക്കേന്റെയും ഒരു മരുന്നിന്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ അവിടെ എന്താ കഴിച്ച് പേരക്കയ്ക്ക് പറയാ? ഞങ്ങളുടെ അവിടെ അലക്കാപ്പഴം എന്നൊക്കെ പറയൂട്ടാ. ഇവിടെ പക്ഷെ അത് സമ്മതിച്ചു തരില്ല. അവർക്ക് പേരക്കാന്ന് പറഞ്ഞാലേ പറ്റുള്ളൂ. അതെ, പേരക്കാണ് ശരി. പല പേരും ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയാന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ലാസ്റ്റ് ലെറ്റർ എ ആട്ടോ. അപ്പൊ എ വെച്ചിട്ട് നമ്മൾ കുടിക്കാൻ പോണത് ആപ്പിൾ ജ്യൂസ് ആണ്. അപ്പൊ അത് കുടിക്കട്ടെ. അപ്പൊ പേരെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദിവ്യാന്നാട്ടോ. ദിവ്യാന്ന് പേരുള്ളവരൊക്കെ അപ്പൊ കമന്റ് ചെയ്യണം. ഞങ്ങൾക്ക് സ്ഥിരം കമന്റ് ചെയ്യുന്ന ഒരാളുണ്ട് കേട്ടോ, ദിവ്യ അല്ലേടി? അതെ. അപ്പൊ ഫസ്റ്റ് നെയിം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഇനി സെക്കൻഡ് നെയിമിനുള്ള ഫുഡ് കഴിക്കട്ടെ. സെക്കൻഡ് നെയിം ഏതാ നോക്കണ്ടേ? നോക്കാം. ഇതിന്റെ ഫസ്റ്റ് ലെറ്റർ വരുന്നത് സി ആട്ടോ. ചിക്കൻ ഒരു ഫാമിലി പാക്ക് ആട്ടോ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളേ. അപ്പൊ ഇതിന്ന് തന്നെ നമുക്ക് കഴിച്ചു നോക്കാം. ഇതില് 6 എണ്ണം വരുന്നുണ്ട് കേട്ടോ. സംഭവം ഇത് നമ്മുടെ കടലമുട്ടായ തന്നെയാട്ടോ. കഴിച്ചു നോക്കാം. കൊള്ളാം അല്ലേ? നെയിമിന്റെ അടുത്ത ലെറ്റർ എച്ച് ആട്ടോ. എച്ച് വെച്ചിട്ട് ഹോർലിക്സിന്റെ ഒരു കുഞ്ഞു പാക്കറ്റ് ആട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇത് കഴിക്കാം. പൊടി മാത്രമായിട്ട് കഴിക്കാം കേട്ടോ. എച്ച് വെച്ചിട്ട് കഴിച്ച് വേറെ ഒന്നും കിട്ടിയില്ല കേട്ടോ. അതെ, കൊറേ തപ്പി. നെക്സ്റ്റ് ലെറ്റർ ഐ ആട്ടോ. ഐ വെച്ചിട്ട് ഐസ് കഴിച്ചു. സെന്റർ ഫ്രൂട്ട് ആട്ടോ ഫ്ലേവർ. അടുത്ത ലെറ്റർ ടി ആണ് കേട്ടോ ഗൈസ്. അപ്പൊ ടീ വെച്ചിട്ട് നമ്മള് ടീ തന്നെയാണ് കുടിക്കാൻ പോണത്. അടുത്ത ലെറ്റർ എച്ച് ആട്ടോ. എച്ച് വെച്ചിട്ട് നമ്മളൊരു വെറൈറ്റി സംഭവമാണ് കുടിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. കുടിച്ചോ, ഹോട്ട് വാട്ടർ. അതെ, ചൂട് വെള്ളം. ഞങ്ങള് നേരത്തെ പറഞ്ഞല്ലോ ഗൈസ്, എച്ച് വെച്ചിട്ട് ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പൊ ഞങ്ങള് ഈ ഹോട്ട് വാട്ടർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. നീ കുടിച്ചോ? കുടിക്കണ്ടേ, വെറൈറ്റി സംഭവം അല്ലേ? അതെ അതെ. അപ്പൊ നമുക്കിനി അടുത്ത ലെറ്റർ നോക്കാം. അപ്പോ നെയിമിന്റെ അടുത്ത ലെറ്റർ വരുന്നത് 6 ആണ്. അതെ, 6 വെച്ചിട്ട് റോബസ്റ്റ പഴാട്ടോ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഇപ്പൊ തന്നെ ഒരുവിധ വയറൊക്കെ ഫുള്ളായിട്ടോ. മതിരിച്ചിട്ടും വയ്യ. പ്രത്യേകിച്ച് ഇനി ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. അതെ, പക്ഷെ കഴിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോ ഇതും കൂടെ കഴിച്ചിട്ട് ഇനി ഞങ്ങള് ലാസ്റ്റ് ലെറ്ററിക്ക് പോവാണ്. ആ ഫുഡും കൂടെ കഴിച്ചിട്ട് നമുക്ക് ഈ പരിപാടി കൊണ്ട് അവസാനിപ്പിക്കാം. അപ്പൊ നമ്മുടെ നെയിമിന്റെ ഏറ്റവും ലാസ്റ്റ് ലെറ്റർ ഏതാ നോക്കാട്ടോ. ഇപ്പൊ തന്നെ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്, എ ആണ് കേട്ടോ. അപ്പൊ എ വെച്ചിട്ട് ഞങ്ങൾ അമൂലിന്റെ ഐസ്ക്രീം ആട്ടോ വാങ്ങിച്ചിട്ടുള്ളേ. അപ്പൊ നമുക്കിത് കഴിച്ചു നോക്കാം. സ്നേഹ കഴിക്കും. അതെ, ടേസ്റ്റ് ഇപ്പൊ തന്നെ. കസാട്ടയുടെ ഐസ്ക്രീം ആട്ടാ. ഞാനത് മുമ്പ് കഴിച്ചിട്ടുണ്ട്. അവളിത് ആദ്യമായിട്ട് കഴിക്കണേന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഇതന്നെ വാങ്ങിച്ചേട്ടോ. ഞാൻ കഴിച്ചു നോക്കട്ടെ. കൊള്ളാം ഗൈസ്. ഞങ്ങളിത് മുഴുവൻ കഴിക്കട്ടെ.
അപ്പൊ നെയിം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമല്ലോ, ചിത്ര. അപ്പൊ ഗൈസ് നമ്മുടെ ഫസ്റ്റ് നെയിം ദിവ്യ ആയിരുന്നു, സെക്കൻഡ് നെയിം ചിത്രയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഈ നെയിം മീറ്റിംഗ് ചാലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ മറക്കാതെ കമന്റ് ചെയ്യണം കേട്ടോ. അതേപോലെ ഇനി പുതിയ പുതിയ ചാലഞ്ചസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങൾ. അതെ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.